കള്ളപ്പരാതി നൽകി നിരപരാധികളായ SFI പ്രവർത്തകരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത ജയിലിലടപ്പിച്ച കാലടി സർവകലാശാല VC സിസ തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് SFI. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പരാതിയില്ലെന്ന് പറഞ്ഞ സിസ തോമസ് ഗവർണറെ കണ്ടതിന് ശേഷമാണ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. VCക്ക് കുടപിടിക്കുകയാണ് സ്ഥലം MLAയും മന്ത്രിയുമായ റോജി M. ജോൺ. സമരം ചെയ്ത കുട്ടികളെ അപരിഷ്കൃതർ എന്ന് വിളിച്ച് അപമാനിച്ച മന്ത്രി മാപ്പ് പറയണമെന്നും സഞ്ജീവ് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിലേക്ക്. കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സമയബന്ധിതമായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുക, യൂണിവേഴ്സിറ്റിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങി 18 ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ഒരു മാസമായി കാലടി സർവകലാശാലയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തിരിഞ്ഞു നോക്കാത്ത VC സമരത്തെ അടിച്ചമർത്താൻ കള്ളപ്പരാതി നൽകുകയായിരുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. മുടി കുത്തിപ്പിടിച്ചും ചുമരിന് ചാർത്തി നിർത്തിയ ഒരു സർവകലാശാല VCയെ SFI ആക്രമിച്ചു എന്ന് ഹീനമായി നുണ പറഞ്ഞു ഒരു VC. 50 വാരെ അകലെ നിന്നാണ് സിസ തോമസ് ഈ സമരത്തെ കണ്ടത്. ആ 50 വാര അകലെ നിന്ന സിസ തോമസിന് 2 FIR ഇടേണ്ടി വന്നു ഈ സമരത്തെ അടിച്ചമർത്താൻ. VC കൊടുത്ത രണ്ടാമത്തെ ലിസ്റ്റിലെ അയാൾ ഒരു മാസമായി കണ്ണൂരിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ VC ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചിട്ടാണ്. ഇതിൽ മുഹമ്മദ് മിദ്ലാജിൻ്റെ ലൊക്കേഷൻ അന്വേഷിച്ചാൽ ഈ കേസ് തകർന്നു, ഈ കേസ് പൊളിയും. അയാൾ കണ്ണൂരാണ്. ചില VCമാർ സർവകലാശാലയിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ശാഖയിൽ പങ്കെടുക്കാനാണ് പോയത്. VCക്ക് കുടപിടിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ എന്നും PS സഞ്ജീവ് പറഞ്ഞു. സംഘപരിവാറിൻ്റെ വാക്കുകൾ ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏജൻസിയായി സർക്കാർ മാറിയിരിക്കുകയാണ്. സ്ഥലം MLAക്ക് 24 ദിവസം ഈ കുട്ടികളെ തിരിഞ്ഞു നോക്കാൻ കഴിയാണ്ടായി. 25ാമത്തെ ദിവസം കുട്ടികളെ അപരിഷ്കൃതർ എന്ന് വിളിക്കാൻ എന്ത് മാന്യതയുണ്ട്? അദ്ദേഹം NSUവിൻ്റെ ഒക്കെ നേതാവായിരുന്നില്ല. സ്ഥലത്തില്ലാത്ത SFI പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെയാണ് VCയുടെ കള്ളപ്പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. VCയുടെ തെറ്റായ നടപടികൾക്കെതിരെ നിയമ നടപടിയുമായി SFI മുന്നോട്ട് പോകുമെന്നും കാലടി സർവകലാശാലയിലെ സമരപ്പന്തലിലെത്തിയ സഞ്ജീവ് അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.